ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്കർ പുരസ്കാരം, നോബൽ പുരസ്കാരമാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുന്നത് ബുക്കർ പുരസ്കാരമാണ്. 2022 ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഷഹാൻ കരുണതിലകക്കാണ്. 2022 ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഷഹാൻ കരുണതിലക. ശ്രീലങ്ക സ്വദേശിയായ ഷഹാൻ കരുണതിലക്കാണ് 2022 ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ദ സെവൻ മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന കൃതിക്കാണ് 2022 ബുക്കർ പുരസ്കാരം ഷഹാൻ കരുണതിലക്ക് ലഭിച്ചത്. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് പോൾ ലിഞ്ചിനാണ്. 2023 ബുക്കർ പുരസ്കാരം പോൾ ലിഞ്ചിനാണ്. പോൾ ലിഞ്ച് അയർലൻഡ് സ്വദേശിയാണ്. പോൾ ലിഞ്ച്, അദ്ദേഹത്തിന്റെ കൃതിയാണ് പ്രോഫിറ്റ് സോങ്. 2023 ബുക്കർ പുരസ്കാരം ലഭിച്ചത് പോൾ ലിഞ്ചിനാണ്. അയർലൻഡ് സ്വദേശിയാണ് പോൾ ലിഞ്ച്, അദ്ദേഹത്തിന്റെ കൃതിയാണ് പ്രോഫിറ്റ് സോങ്. പ്രോഫിറ്റ് സോങ് ആണ് പോൾ ലിഞ്ചിന്റെ കൃതി, പ്രോഫിറ്റ് സോങ് ആണ്. അടുത്ത ദ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഗീതാഞ്ജലി ശ്രീക്കാണ്. ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്കാണ്. ടോംബ് ഓഫ് സാൻഡ് എന്ന കൃതിക്കാണ്. അതിന്റെ ഹിന്ദി പകർപ്പാണ് റേത്തി സമാധി. അത് വിവർത്തനം ചെയ്ത് ഡെയ്സി റോക്ക്വെൽ ആണ്. റേത്ത് സമാധി ടോംബ് ഓഫ് സാൻഡായി വിവർത്തനം ചെയ്ത് ഡെയ്സി റോക്ക്വെൽ ആണ്. റേത്ത് സമാധി ടോംബ് ഓഫ് സാൻഡായി വിവർത്തനം ചെയ്ത് ഡെയ്സി റോക്ക്വെൽ ആണ്. ഡെയ്സി റോക്ക്വെൽ. 2022 ബുക്കർ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഗീതാഞ്ജലി ശ്രീയാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ടോംബ് ഓഫ് സാൻഡ്. ടോംബ് ഓഫ് സാൻഡ് ആണ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ജോർജി ഗോസ്പിഡിനോവനാണ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ജോർജി ഗോസ്പിഡിനോവനാണ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച് ജോർജി ഗോസ്പിഡിനോവിന്റെ ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച് ജോർജി ഗോസ്പിഡിനോവിന്റെ ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ്. ടൈം ഷെൽട്ടർ വിവർത്തനം ചെയ്ത് ആഞ്ചല റോഡലാണ്. ആഞ്ചല റോഡൽ. ടൈം ഷെൽട്ടർ വിവർത്തനം ചെയ്ത ആരാണ്? ആഞ്ചല റോഡൽ. ടൈം ഷെൽട്ടർ വിവർത്തനം ചെയ്ത് ആഞ്ചല റോഡലാണ്. ആഞ്ചല റോഡൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോബൽ പുരസ്കാരമാണ്. വൈദ്യശാസ്ത്രത്തിനുള്ള 2022 നോബൽ പുരസ്കാരം ലഭിച്ചത് സാൻഡേ പെബുവിനാണ്. സാൻഡേ പെബുവിനാണ് വൈദ്യശാസ്ത്രത്തിനുള്ള 2022 പുരസ്കാരം ലഭിച്ചത്. നോബൽ പുരസ്കാരം ലഭിച്ചത് സാൻഡേ പെബുവിനാണ്. സ്വീഡൻകാരനാണ് സാൻഡേ പെബു. ഡെനിസോവ എന്ന മൺമറഞ്ഞ നരവംശത്തിന്റെ DNA കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. ഡെനിസോവ എന്ന മൺമറഞ്ഞ നരവംശത്തിന്റെ DNA കണ്ടെത്തിയതിനാണ് സാൻഡേ പെബുവിന് 2022 വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 2022 വൈദ്യശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് സാൻഡേ പെബു ആണ്. സാൻഡേ പെബു സ്വീഡൻകാരനാണ്. അടുത്ത വൈദ്യശാസ്ത്രം 2023 നോബൽ പുരസ്കാരം ലഭിച്ചത് കാറ്റ്ലിൻ കാരിക്കോ ഹംഗറിക്കും ഡ്രൂ വെയ്സ്മാൻ US ഡ്രൂ വെയ്സ്മാനുമാണ്. രണ്ടുപേർക്കാണ് വൈദ്യശാസ്ത്രം 2023 നോബൽ പുരസ്കാരം ലഭിച്ചത്. കാറ്റ്ലിൻ കാരിക്കോ ഹംഗറിക്കും ഡ്രൂ വെയ്സ്മാൻ US ഡ്രൂ വെയ്സ്മാനുമാണ് ലഭിച്ചത്. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. വൈദ്യശാസ്ത്രം 2023 കാറ്റ്ലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയ്സ്മാൻ US. 2023 വൈദ്യശാസ്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണ്? കാറ്റ്ലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയ്സ്മാൻ US. കാറ്റ്ലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയ്സ്മാൻ US. കാറ്റ്ലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയ്സ്മാൻ USനാണ് വൈദ്യശാസ്ത്രത്തിലുള്ള 2023 നോബൽ പുരസ്കാരം ലഭിച്ചത്. കാറ്റ്ലിൻ കാരിക്കോ ഹംഗറി, ഡ്രൂ വെയ്സ്മാൻ US. അടുത്ത് ഭൗതിക ശാസ്ത്രത്തിനുള്ള 2022 നോബൽ പുരസ്കാരം ലഭിച്ചത് അലൻ ആസ്പെക്ട് ഫ്രാൻസ്, ജോൺ ഓഫ് ക്ലോസർ അമേരിക്ക, ആന്റൺ സെയ്ലിംഗർ ഓസ്ട്രിയ. അലൻ ആസ്പെക്ട് ഫ്രാൻസ്, ജോൺ ഓഫ് ക്ലോസർ അമേരിക്ക, ആന്റൺ സെയ്ലിംഗർ ഓസ്ട്രിയ. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ആസ്പെക്ട്, ക്ലോസർ, സെയ്ലിംഗർ ഇങ്ങനെ 3 പേരായി പഠിക്കാം. ഭൗതികശാസ്ത്രം 2022 ലഭിച്ചത് ആസ്പെക്ട്, ക്ലോസർ, സെയ്ലിംഗർ. ആസ്പെക്ട്, ക്ലോസർ, സെയ്ലിംഗർ ആണ് ഭൗതികശാസ്ത്രത്തിനുള്ള 2022 നോബൽ പുരസ്കാരം ലഭിച്ചത്. ആസ്പെക്ട്, ക്ലോസർ, സെയ്ലിംഗർ. ആസ്പെക്ട്, ക്ലോസർ, സെയ്ലിംഗർ. ആസ്പെക്ട്, ക്ലോസർ, സെയ്ലിംഗർ ആണ് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ക്വാണ്ടം മെക്കാനിക്സിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ക്വാണ്ടം മെക്കാനിക്സിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഭൗതികശാസ്ത്രത്തിനുള്ള 2022 പുരസ്കാരം ലഭിച്ചത് അലൻ ആസ്പെക്ട്, ജോൺ ഓഫ് ക്ലോസർ, ആന്റൺ സെയ്ലിംഗർക്കാണ്. അടുത്ത ഭൗതികശാസ്ത്രം 2023. ഭൗതികശാസ്ത്രത്തിൽ 2023 നോബൽ പുരസ്കാരം ലഭിച്ചത് പിയറി അഗസ്റ്റിനി US, ഫെറക് ക്രൗസ് ജർമ്മനി, ആനൽ ഹുലിയർ സ്വീഡൻ. പിയറി അഗസ്റ്റിനി US, ഫെറക് ക്രൗസർ ജർമ്മനി, ആനൽ ഹുലിയർ സ്വീഡൻ. ദ്രവ്യത്തിന്റെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതിക്കാണ് ഭൗതികശാസ്ത്രത്തിനുള്ള 2023 പുരസ്കാരം ലഭിച്ചത്. ആരൊക്കെയാണ്? അഗസ്റ്റിനി, ക്രൗസ്, ഹുലിയർ. ഭൗതികശാസ്ത്രം 2023 ലഭിച്ച് അഗസ്റ്റിനി ക്രോസ് ഹുലിയറിനാണ്. ഭൗതികശാസ്ത്രം 2023 അഗസ്റ്റിനി ക്രോസ് ഹുലിയറിനാണ് ലഭിച്ചത്.
അടുത്ത രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം 2022 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് കാർലിൻ ആർ ബെർട്ടോസി US, കൾബാരി ഷാർപ്ലസ് US, മാർട്ടൻ മെൽഡർ ഡെൻമാർക്ക്. 2022 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ബെർട്ടോസി ഷാർപ്ലസ് മെൽഡർ. രസതന്ത്രത്തിൽ 2022 പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ബെർട്ടോസി ഷാർപ്ലസ് മെൽഡർക്കാണ് 2022 രസതന്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ബെർട്ടോസി ഷാർപ്ലസ് മെൽഡർ, ബെർട്ടോസി ഷാർപ്ലസ് മെൽഡർ, ബെർട്ടോസി ഷാർപ്ലസ് മെൽഡർക്കാണ് 2022 രസതന്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ക്ലിക്ക് രസതന്ത്രവും ബയോർത്തോഗണൽ രസതന്ത്രവും വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. ക്ലിക്ക് രസതന്ത്രവും ബയോർത്തോഗണൽ രസതന്ത്രവും വികസിപ്പിച്ചതിനാണ് 2022 രസതന്ത്രത്തിന്റെ പുരസ്കാരം ലഭിച്ചത്. അടുത്ത് 2023 രസതന്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലൂയിസ് ഇ ബ്രൂസ് US, മോങ്കി ജി ബവണ്ടി US, അലക്സി ഐ ഇക്കിമോവ് US. 2023 രസതന്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലൂയിസ് ഇ ബ്രൂസ് US, മോങ്കി ജി ബവണ്ടി US, അലക്സി ഐ ഇക്കിമോവ് US. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 രസതന്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബ്രൂസ് ബവണ്ടി ഇക്കിമോവ്. 2023 രസതന്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചവരാണ് ബ്രൂസ് ബവണ്ടി ഇക്കിമോവ്. ബ്രൂസ് ബവണ്ടി ഇക്കിമോവിനാണ് 2023 രസതന്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്ത സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം 2022 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് അലസ് ബിയാസ്കി, റഷ്യക്കാരനായ അലസ് ബിയാസ്കിക്കും സെന്റർ ഫോർ സിവിലിയൻ ലിബർട്ടീസ്, യുക്രൈൻ മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ സിവിലിയൻ ലിബർട്ടീസിനും മെമ്മോറിയൽ, റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലിനാണ് 2022 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? അലസ് ബിയാസ്കി, റഷ്യക്കാരനായ അലസ് ബിയാസ്കി, സെന്റർ ഫോർ സിവിലിയൻ ലിബർട്ടീസ്, യുക്രൈൻ മനുഷ്യാവകാശ സംഘടനയായ സെന്റർ ഫോർ സിവിലിയൻ ലിബർട്ടീസ്, മെമ്മോറിയൽ, റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലിനാണ് 2022 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. 2022 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം അലക്സ് ബിയാസ്കി, സെന്റർ ഫോർ സിവിലിയൻ ലിബർട്ടീസ്, മെമ്മോറിയൽ എന്ന സംഘടനക്കുമാണ് 2022 സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇനി 2023 സമാധാന പുരസ്കാരം. 2023 സമാധാന പുരസ്കാരത്തിലെ നോബൽ പ്രൈസ് ലഭിച്ചത് നർഗീസ് മുഹമ്മദി, ഇറാനി സ്വദേശിയായ നർഗീസ് മുഹമ്മദിക്കാണ്. 2023 സമാധാനത്തിലെ നോബൽ പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദി, ഇറാനി സ്വദേശിയായ നർഗീസ് മുഹമ്മദിക്കാണ്. ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് 2023 നോബൽ പുരസ്കാരം, സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്. 2023 സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദി, ഇറാൻ സ്വദേശിയാണ്. അടുത്തത് സാമ്പത്തിക ശാസ്ത്ര നോബലാണ്. 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ബെന്നസ് ബെർണാൻകി US, ഡഗ്ലസ് W ഡയമണ്ട് US, ഫിലിപ്പ് H ഡിബ്വിഗ് US. ആർക്കൊക്കെയാണ്? ബെന്നസ് ബെർണാൻകി US, ഡഗ്ലസ് W ഡയമണ്ട് US, ഫിലിപ്പ് H ഡിബ്വിഗ് US. ബെർണാൻകി, ഡയമണ്ട്, ഡിബ്വിഗിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള 2022 പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ബെർണാൻകി, ഡയമണ്ട്, ഡിബ്വിഗ്. ബെർണാൻകി, ഡയമണ്ട്, ഡിബ്വിഗിനാണ് 2022 സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ബാങ്കിംഗ് വ്യവസ്ഥയെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ബാങ്കിംഗ് വ്യവസ്ഥയെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിനാണ് 2023 നോബൽ പുരസ്കാരം, സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത 2023 സാമ്പത്തിക നോബൽ പുരസ്കാരമാണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ, US-കാരനായ ക്ലോഡിയ ഗോൾഡിനാണ്. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ക്ലോഡിയ ഗോൾഡിൻ, സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. ക്ലോഡിയ ഗോൾഡിൻ US-കാരനാണ് ക്ലോഡിയ ഗോൾഡിൻ. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്രം 2023 ക്ലോഡിയ ഗോൾഡിനാണ്, US-കാരനാണ് ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ 2023 നോബൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് സാഹിത്യ നൊബേൽ. 2022 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആനി എർണോക്കാണ്. 2022 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ആനി എർണോ. ആനി എർണോ ഫ്രാൻസുകാരിയാണ്. ആനി എർണോ. ആനി എർണോയുടെ ആത്മകഥയാണ് ദി ഇയേഴ്സ്. ആനി എർണോയുടെ ആത്മകഥ ദ ഇയേഴ്സ് ആണ്. 2022 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആനി എർണോ, ഫ്രാൻസുകാരാണ് ആനി എർണോ. ആനി എർണോയുടെ ആത്മകഥ ദ ഇയേഴ്സ് ആണ്. ദ ഇയേഴ്സ് ആണ് ആനി എർണോയുടെ ആത്മകഥ.
2023 സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച ജോൺ ഫോസെക്കാണ്. നോർവേക്കാരനായ ജോൺ ഫോസെക്കാണ് 2023 സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ജോൺ ഫോസെ, നോർവേക്കാരിയായ ജോൺ ഫോസെക്കാണ് 2023 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. പറയാനാവാത്ത ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് 2023 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. 2023 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ജോൺ ഫോസെയാണ്. ജോൺ ഫോസെ നോർവേക്കാരനാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.